അൻവർ വിളിച്ച പൊതുസമ്മേളനം നാളെയാണ്. പാർട്ടിക്കാർ പങ്കെടുക്കരുതെന്ന് തിട്ടൂരമുണ്ട്. അനുഭാവികൾ തനിക്കൊപ്പമാണെന്ന് അൻവർ പറയുന്നു. ന്യൂനപക്ഷ രക്ഷകരെന്ന് അവകാശപ്പെടുന്ന CPM-ൽ നിന്നും ന്യൂനപക്ഷത്തിന് നല്ല അനുഭവമല്ല എന്ന് അൻവർ ആവർത്തിക്കുന്നു. പോലീസ് വേട്ട ചിലരിലേക്ക് തിരിക്കുന്നതിനെക്കുറിച്ച് ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും ചെവികൊണ്ടില്ല എന്നാണ് അൻവറിന്റെ പരാതി. ADGP RSS കൂടിക്കാഴ്ചയിലെ മെല്ലെപ്പോക്കിൽ നെറ്റിച്ചുളിക്കുന്നവരിൽ സഖാക്കളുമുണ്ട്. അൻവറിനെ തള്ളിപ്പറഞ്ഞും തെരുവിൽ ഭീഷണി മുദ്രാവാക്യം വിളിച്ചും ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ മായ്ച്ചു കളയാനാകുമോ? തീക്കൊള്ളി കൊണ്ടോ തലചൊറിയുന്നത്? ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായ അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് GR പത്മകുമാർ, ഇടത് സഹയാത്രികൻ AH ഹഫീസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ബഷീർ വള്ളിക്കുന്ന് എന്നിവരാണ്. ആദ്യം ഞാൻ ബഷീർ വള്ളിക്കുന്നിലേക്ക് പോവുകയാണ്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, താങ്കൾ CPM അനുഭാവിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ്. താങ്കളുടെ പ്രതികരണങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഇടതുപക്ഷത്തിനൊപ്പമാണ്. പക്ഷേ അൻവർ ഉന്നയിച്ച വിഷയങ്ങളോട് CPM എടുത്ത സമീപനം, അതിൽ താങ്കൾ അൻവറിനൊപ്പമാണ് നിൽക്കുന്നത്. ഇന്ന് അൻവറിൻ്റെതായി വന്ന പ്രതികരണം, അത് മലപ്പുറത്ത് ഒരു സ്ഥിരം കാഴ്ചയാണ് എന്ന അൻവറിൻ്റെ പരാതി, അത് എത്രത്തോളം താങ്കൾ ശരിവെക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അൻവർ ഈ വിവാദ കാലത്ത് ഉയർത്തിയ പ്രധാന വിഷയങ്ങളിൽ അതിന്റെ മെറിറ്റ് അടിസ്ഥാനപ്പെടുത്തി ആ വിഷയങ്ങൾക്കൊപ്പം അൻവറിനോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇടതുപക്ഷ അനുഭാവി എന്ന ഒരു ടാഗ് ലൈനിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രശ്നാധിഷ്ഠിതമായി വിഷയങ്ങളെ സമീപിക്കുകയാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. അത് ഇടതുപക്ഷമായാലും പിന്നെ വലതുപക്ഷമായാലും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഈ സർക്കാരിന്റെ ജന ഉപകാരപ്രദമായ നയനിലപാടുകളെയും പ്രത്യേകിച്ച് പിന്നെ പൗരത്വ വിഷയത്തിലും അതുപോലെ പ്രളയം, കോവിഡ് തുടങ്ങിയ വിഷയങ്ങളിലുമൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സോഷ്യൽ മീഡിയയിൽ പിന്തുണച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദ വിഷയങ്ങളിൽ ഈ സർക്കാരിനെയോ ഇടതുപക്ഷത്തെയോ പിന്തുണക്കാൻ സാധിക്കാത്ത വിധം അവർ അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. PV അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു വലിയ പ്രശ്നം, സ്മൃതിക്ക് അറിയാമായിരിക്കും. സ്മൃതി സോഷ്യൽ മീഡിയ ഒക്കെ നന്നായി വാച്ച് ചെയ്യുന്ന ആളാണ്. ഒറ്റ രാത്രി കൊണ്ട് PV അൻവറിന്റെ സിന്ദാബാദ് വിളിച്ചിരുന്ന, PV അൻവറിനെ അനുകൂലിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ PV അൻവറിനെ തെരുവിളിക്കുകയും അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് ഈ 48 മണിക്കൂറിനുള്ളിൽ മാറിക്കഴിഞ്ഞു എന്ന അത്ഭുതകരമായ ഒരു അവസ്ഥാവിശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളത്, അൻവർ ഉയർത്തിയ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കൂ. അൻവർ എന്ന വ്യക്തിയിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കൂ എന്നുള്ളതാണ്. അൻവർ എന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, അദ്ദേഹത്തിന്റെ വർഗസമര പാരമ്പര്യം, അതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടാകുക. എന്നാൽ അൻവർ ഉയർത്തിയ കാതലായ വിഷയങ്ങളുണ്ട്, കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ. ആ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്നതാണ് അവരോട് ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളാണ് അൻവർ ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലോ CPM സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിലോ ആ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുവാൻ ശ്രമിച്ചേ കണ്ടിട്ടില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ. എന്താണ് അൻവർ ഉയർത്തിയ കാതലായ പ്രശ്നം? അൻവർ ഉയർത്തിയ കാതലായ പ്രശ്നം ആഭ്യന്തര വകുപ്പിന്റെ സംഘീവൽക്കരണമാണ്. അതാണ് മെയിൻ ഫോക്കസ് ആയ വിഷയം. ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ ഇടതുപക്ഷ നേതാക്കളോ ഈ ഭരണകൂടമോ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പൊ RSS മേധാവികളുമായി ഈ ADGP, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് എന്താണ് ബന്ധം? അവരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്? ആ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയ വിവരം ആ ദിവസം തന്നെ ഇന്റലിജൻസ് മുഖേന അറിഞ്ഞിരിക്കാനിടയുള്ള ആളാണ്, അറിഞ്ഞിട്ടുള്ള ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടോ, എന്തിനാണ് നിങ്ങൾ രഹസ്യമായി RSSന്റെ ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ചക്ക് പോയത്? ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം കേരള മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തോട് പറയേണ്ട സന്ദർഭം കഴിഞ്ഞിരിക്കുന്നു. അതിൽ വ്യക്തത വരുത്തേണ്ട ഒന്നാമത്തെ വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, രണ്ടാമത്തെ വ്യക്തി പാർട്ടി സെക്രട്ടറിയാണ്. ഒരക്ഷരം ഈ വിഷയത്തെക്കുറിച്ച് മിണ്ടാതെ അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന ഒരൊറ്റ വാക്കിൽ കൈകഴുകാൻ സാധിക്കുന്നു കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ധാർമ്മികതക്ക്? ഇല്ല. അത്തരമൊരു അന്വേഷണം ആരെ വെച്ചാണ് നടത്തുന്നത്? ഈ ADGPയെ
കേരളത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന് സെല്യൂട്ട് അടിക്കുന്ന കീഴുദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് ഈ അന്വേഷണം നടത്തുന്നത്. എന്തൊരു പ്രഹസനമാണിത്! ഇടതുപക്ഷത്തെ എക്കാലത്തും സപ്പോർട്ട് ചെയ്തു എന്ന് വെച്ച് ഇത്തരം ഒരു പ്രഹസനത്തെ സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് സാധിക്കുമോ? ഇല്ല. അദ്ദേഹത്തെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യേണ്ട അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട് അൻവർ തന്നെ പറഞ്ഞില്ലേ, ഹെഡ് മാസ്റ്റർക്കെതിരെ പരാതി ഉണ്ടായാൽ പ്യൂണിനെ വെച്ച് അന്വേഷിക്കുന്നത് പോലെയുള്ള ഒരു അന്വേഷണം. ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആരാണ് കാത്തിരിക്കുന്നത്? ആരും കാത്തിരിക്കുന്നില്ല. പൂർണ്ണ സത്യം വരട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, പൂർണ്ണ സത്യം വരാൻ ഇനി കുറച്ചു ദിവസങ്ങളെ കാത്തിരിക്കേണ്ടു. ഈ അടുത്ത ആഴ്ചയോടുകൂടി 3-ാം തീയതിയോടുകൂടി റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന സൂചനയാണ്. ഓക്കെ, പൂർണ്ണ സത്യം വരട്ടെ, പൂർണ്ണ സത്യം വരുന്നത് വരെ കാത്തിരിക്കാം. പക്ഷേ ഈ അൻവറിനെ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ച സ്ഥിതിവിശേഷത്തെ കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. കേരള പൊതുസമൂഹത്തോട് പറയാനുള്ള ധാരാളം സന്ദർഭങ്ങൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടില്ലേ? മുഖ്യമന്ത്രി ഏതെല്ലാം വിഷയങ്ങളിൽ അപ്പോൾ പ്രതികരിക്കുന്നു, മാധ്യമങ്ങളെ കാണുന്നു. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു അക്ഷരം അദ്ദേഹത്തിന് മിണ്ടാൻ സാധിക്കുന്നില്ല? പിന്നെ അൻവർ ഉയർത്തിയ പ്രശ്നം തൃശ്ശൂർ പൂരത്തിന്റെ വിഷയമാണ്. തൃശ്ശൂർ പൂരം കലക്കിയ ആ പ്രശ്നത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ റിപ്പോർട്ട് കേരളക്കരയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ത് അന്വേഷണ റിപ്പോർട്ടാണ് നടത്തിയത്? PV അൻവർ പത്രസമ്മേളനം നടത്തി ആ അന്വേഷണം നടത്തിയതും ഈ ADGP ആണെന്ന് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് പറയുന്നത്. ഏത് കുറ്റാരോപിതനായ ഒരു ADGP തന്നെ ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ പൂരം കലക്കിയതിൽ എനിക്ക് പങ്കില്ല എന്ന് റിപ്പോർട്ട് കൊടുത്തു എന്ന്. എന്തൊക്കെ തമാശയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് CPIക്കും മനസ്സിലാക്കാനാകാത്ത കാര്യം. അത് അൻവർ പറയുമ്പോൾ അൻവർ പുറത്താകുന്നു എന്നുള്ളതാണ്. AH ഹഫീസ്, ഇടത് സഹയാത്രികൻ. ശ്രീ ഹഫീസ്, താങ്കൾക്ക് ഇക്കാര്യത്തിൽ CPMന്റെ നിലപാട് സുതാര്യമാണ് എന്ന അഭിപ്രായമുണ്ടോ? ഇപ്പോൾ ADGPയുമായി ബന്ധപ്പെട്ട് ADGPയുടെ നിർദ്ദേശം അനുസരിക്കുന്ന പോലീസ് മേധാവികൾ അല്ലെങ്കിൽ പോലീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ മലപ്പുറത്ത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മലപ്പുറത്ത് പ്രത്യേകിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കേസുകളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അവിടുത്തെ കൊലപാതകം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ പോലീസ് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്ന് അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറിയെ അറിയിച്ചിട്ടും അത് അംഗീകരിച്ചില്ല. RSSന് അനുകൂലമായ സാഹചര്യം അവിടെ സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്ന വാദം. അത് അൻവറിനെ അംഗീകരിച്ചാലും അൻവറിനെ തള്ളിയാലും അൻവറിനെതിരെ പുറത്ത് വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ, ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചാലും ഒന്നും അവസാനിക്കുന്ന ചോദ്യമല്ല. അത് ന്യൂനപക്ഷത്തിൻ്റെ ഒരു ചോദ്യമായി അവിടെ അവശേഷിക്കുകയാണ്. അത് പാർട്ടിയെ സംബന്ധിച്ച് അപകടം ചെയ്യുന്നതല്ലേ? CPMന്റെ അഭിപ്രായം പറയേണ്ടത് ഞാനല്ല. CPMന്റെ അഭിപ്രായം പറയേണ്ടത് CPM ആണ്. ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ആദ്യമേ പ്രിയപ്പെട്ട സ്മൃതിയോടും സഹപാനലിസ്റ്റുകളോടും പറയാനുള്ളത്, ഞാൻ PV അൻവറിൻ്റെ ഒരു ശത്രുവായി കാണരുത്. അദ്ദേഹം ഒരു വിഷയം ഉയർത്തിയപ്പോൾ ആ വിഷയത്തിൽ നീതിപൂർവമായ ചില കാര്യങ്ങളും ഉണ്ട് എന്ന് വിശ്വസിച്ചവരുടെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ വിശ്വസിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അനുഭാവികളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ആ കാര്യത്തിൽ PV അൻവറിനെ പിന്തുണച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമത്തിലും നമ്മൾക്കുള്ള സ്വാധീന വലയത്തിലും എല്ലാം നമ്മൾ ഈ കാര്യം ഉന്നയിച്ചിട്ടുള്ളതുമാണ്. പക്ഷേ PV അൻവറിന് എവിടെ തെറ്റി, അല്ലെങ്കിൽ PV അൻവറും പാർട്ടിയും എവിടെ തെറ്റി എന്നുള്ള കാര്യത്തിലേക്കാണെങ്കിൽ ഞാൻ കടന്നു വരാം. അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ അദ്ദേഹവുമായി ഈ പത്രസമ്മേളനത്തിന് ശേഷവും വളരെ സ്നേഹത്തോടെ, അദ്ദേഹം സ്നേഹപൂർവ്വം തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അതിനകത്തൊന്നും തർക്കമുള്ള കാര്യങ്ങളൊന്നുമല്ല. അദ്ദേഹം വളരെ കൃത്യവും വ്യക്തവുമായി, അദ്ദേഹം നിർലോഭമായ സ്നേഹത്തോടു കൂടി ഒരു സഹോദരനെ പോലെ ഇടപെടുന്ന ഒരാളാണ് എന്നോട്. അദ്ദേഹത്തോട് ഞാൻ അതേ സഹോദര വാത്സല്യത്തോട് തന്നെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് 2 കാര്യങ്ങൾ അന്ന് വിയോജിപ്പ് പറഞ്ഞിരുന്നു. ഒന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണമായിരുന്നു. 2, എന്തിൻ്റെ പേരിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കാര്യങ്ങൾ ചുമതലയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ കാർഡടച്ച് വെടിവെച്ചൊരു ആരോപണം, അത് സ്വർണം പൊട്ടിക്കലിനകത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ബന്ധമുണ്ട് അല്ലെങ്കിൽ പങ്കുപറ്റുന്നു എന്നൊരു ആരോപണം അദ്ദേഹം ഉപേക്ഷിക്കണമായിരുന്നു. ബാക്കി ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചതിനകത്ത് ഘടകകക്ഷികൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ പൊതുസമൂഹം പറയുന്നുണ്ട് അന്വേഷണം ആവശ്യമാണ്. ആ അന്വേഷണ ആവശ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അംഗീകരിച്ചതാണ്. ആ കാര്യത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും എടുത്തതാണ്. ആ നടപടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ CPMന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവന ഇറക്കി. അതിൽ അദ്ദേഹത്തോട് ആജ്ഞയല്ല പറഞ്ഞത്, പ്രസ്താവന അങ്ങ് നിർത്തിവെക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങയും കണ്ടിട്ടുണ്ടല്ലോ. ശരി, ആ അഭ്യർത്ഥനയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം 4:30 മുൻപ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം എങ്ങനെയായിരുന്നു? അല്ല, അഭ്യർത്ഥനയ്ക്ക് മുമ്പ് വാർത്താ സമ്മേളനത്തിന് ശേഷം 5:30 മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതിന് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ മാധ്യമങ്ങളെ കണ്ടു. അതിനുശേഷം പിന്നെ PV അൻവർ MLA മറുപടി പറഞ്ഞു. ആ മറുപടിക്ക് ശേഷമാണ് സെക്രട്ടേറിയറ്റിന്റെ പ്രസ്ഥാനം വന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിയാണ് അൻവറിനെ പ്രകോപിപ്പിച്ചത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖ്യമന്ത്രി ഈ സ്വർണ്ണക്കടത്തുകാരുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അൻവർ എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. അദ്ദേഹം നേരിട്ട് പറഞ്ഞില്ല എങ്കിലും സ്വർണ്ണക്കടത്തുകാർക്കൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ തന്നെ അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുക. അങ്ങനെ ഒറ്റ ഒരു വാചകത്തിലൂടെ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കി. അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ മനസ്സിലാക്കില്ല. അങ്ങ് മനസ്സിലാക്കിയതുപോലെ അല്ലല്ല, ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ഒരാളല്ല. അങ്ങ് മനസ്സിലാക്കിയതുപോലെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. എങ്കിലും ഞാൻ പറയുന്നു, PV അൻവറിനെ സ്വർണ്ണക്കള്ളക്കടത്തുകാരനായിരുന്നു. മനസ്സിലാക്കൽ അതാണ്. അതുകൊണ്ടാണല്ലോ അൻവർ അത് ആവർത്തിച്ച് പറയുകയും ചെയ്തത്. PV അൻവർ എന്ന് പറഞ്ഞ ആള് ഞാനൊന്ന് പറഞ്ഞോട്ടെ. PV അൻവർ എന്ന് പറയുന്നയാൾ ഇടതുപക്ഷത്തിൻ്റെ ശത്രുവായിരുന്നില്ല 48 മണിക്കൂർ മുമ്പ് വരെ. അദ്ദേഹത്തിന് കേരളത്തിലെ ഇടതുപക്ഷ സഹപ്രവർത്തകരും സഹയാത്രികരും എല്ലാം കടന്നൽ രാജ എന്ന വിശേഷണത്തോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം എന്നും ഇടതുപക്ഷത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, അദ്ദേഹം പരിചയ തീർത്ത ഒരു പോരാളിയായിരുന്നു. പക്ഷേ എന്താ പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പിയതുപോലെ ആയിപ്പോയി അവസാനം എത്തിയത്. ഞാനത് പറഞ്ഞോട്ടെ, കാരണം നമ്മൾ രണ്ട് സ്ഥലത്തിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്ന ചെറിയൊരു ഇയർഫോണിൻ്റെ സൗകര്യത്തോട് മാത്രമേ എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് പറഞ്ഞു നിർത്തിക്കോട്ടെ. അതായത് പാൽപ്പായസം കോളാമ്പിയിൽ വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും, ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ ആരും ശ്രമിക്കരുതായിരുന്നു. ഈ കാര്യത്തിൽ PV അൻവറിന് ആത്മാർത്ഥമായി ഇടതുപക്ഷത്തോടൊപ്പം നിന്നയാളാണ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അദ്ദേഹം നാളെ ഇടതുപക്ഷ ചേരിക്ക് ശത്രുവായി നിൽക്കരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷേ അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തി, അത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, അത് മാധ്യമങ്ങളിലൂടെ പറഞ്ഞു, അദ്ദേഹത്തോട് പറഞ്ഞു. ആ ഒരു ക്ഷമയുടെ ഒരു നെല്ലിപ്പലക വരെ അദ്ദേഹം കാത്തു നിൽക്കാതെ അദ്ദേഹം എടുത്തിയാടി ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകരുത്. നാളെ അദ്ദേഹം പാർട്ടി ഒരു നയവിശദീകരണ യോഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന പിന്തുണ, ഇടതുപക്ഷത്തിന് വേണ്ടി അദ്ദേഹം മാധ്യമങ്ങളോട്, രാഷ്ട്രീയ ശത്രുക്കളോട്. മറ്റൊരു കാര്യം സ്മൃതിക്കറിയാമോ, അദ്ദേഹം കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. ആ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം പ്രതിപക്ഷ നേതാവിനെതിരെ ഉന്നയിച്ചപ്പോൾ ആ പ്രസംഗത്തിൻ്റെ വിവരാവകാശ രേഖ മേടിച്ച് തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയിൽ ഒറ്റയ്ക്ക് കയറി കേസ് വാദിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹം പല കാര്യത്തിലും ആ കാര്യത്തിൽ നീതി കിട്ടിയിട്ടില്ല, പ്രതിപക്ഷ നേതാവിൻ്റെ എതിരായിട്ടുള്ള അന്വേഷണം മുടങ്ങിപ്പോയി എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. അപ്പം PV അൻവർ ഉന്നയിച്ച ആ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്കൊക്കെയും അദ്ദേഹം ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ, എൻ്റെ പാർട്ടിയുടെ നിലപാട്, എൻ്റെ മുന്നണിയുടെ നിലപാട് PV അൻവറിനോടൊപ്പം സഹകരിക്കേണ്ട എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വിധേയമായി തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നും PV അൻവർ രാഷ്ട്രീയ എതിരാളികളുടെ പാളയത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ അദ്ദേഹം സമസ്ത അപരാധങ്ങളും പുറത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചത് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം മടങ്ങി വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്രത്തോളം അദ്ദേഹത്തെ ഹൃദയത്തോടെ സ്വീകരിച്ചോ അതുപോലെ എല്ലാവരും സ്വീകരിക്കുമോ എന്നറിയത്തില്ല. ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഹൃദയത്തിൽ ആ സ്ഥാനമില്ല. കാരണം അദ്ദേഹം പടമൊരുത്തിയത്, മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി കൃത്യമായി നിലപാടുകൾ പറഞ്ഞത്, രാഷ്ട്രീയ എതിരാളികളെ വാക്കുകൾ കൊണ്ട് എഴുത്തുകൾ കൊണ്ട് പ്രതിരോധിച്ചത്, അതൊക്കെ നന്ദിയോടുകൂടി കൂടിക്കാഴ്ചയിൽ CPM വ്യക്തമായ RSS വിരുദ്ധ പ്രതികരണം, അതായത് ADGP RSSനെ കണ്ടുവെങ്കിൽ RSS നേതാക്കളെ കാണുന്നത് തെറ്റാണ്, അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നൊരു വാചകം CPM നേതാക്കളിൽ നിന്ന് കേട്ടോ? എവിടെയെങ്കിലും കേട്ടോ? ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന അങ്ങ് ശ്രദ്ധിച്ചായിരുന്നോ? ഇന്ന് റിപ്പോർട്ടർ ചാനലിലൂടെ ഞാനത് കണ്ടത്. ഇന്ന് ഞാൻ കണ്ടേരെ, മുമ്പത്തെ കാര്യമല്ല പറയുന്നത്. ഞാൻ 24 മണിക്കൂറും TV മുന്നിൽ ഇരിക്കുന്ന ഒരാളല്ല, യാത്ര ചെയ്യുന്ന ആളാണ്, പൊതുപ്രവർത്തനമായും സ്വന്തം ജോലിക്കാരെയും ഒക്കെ പുറത്തേക്കുന്ന ഒരാളെ. ഇന്ന് DYFI സംസ്ഥാന സെക്രട്ടറി വളരെ വ്യക്തമായ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറണം. RSS പോലൊരു സംഘടനയുമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഒരു ഘടകകക്ഷികളും ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി ചോദ്യം ഹഫീസ്, RSSുമായി കൂടിക്കാഴ്ച നടത്തിയ ADGPയെ അംഗീകരിക്കാനാവില്ല എന്ന് CPI പറയുന്നത് പോലെ ശക്തമായ ഭാഷയിൽ ഒരു വാചകം താങ്കളിൽ നിന്ന്, CPMിൽ നിന്ന്, CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് താങ്കൾ കേട്ടോ?
ഞാൻ വളരെ കേട്ടോ? വ്യക്തമായി മുഖ്യമന്ത്രി പറഞ്ഞു. എന്റെ വ്യക്തമായി പറഞ്ഞ അഭിപ്രായം ഒരു ഞാൻ കാര്യം. പറഞ്ഞു. അംഗീകരിക്കാൻ ഹഫീസ്, ബുദ്ധിമുട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ CPM-ന്റെ കാര്യം, അഭിപ്രായം പറയേണ്ട മുഖ്യമന്ത്രി പറഞ്ഞ നിങ്ങൾ ആ കാര്യം അല്ല CPM കേട്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. CPM പറയേണ്ട കാര്യമാണെന്ന് എനിക്കറിയാമല്ലോ. താങ്കൾ CPM-ന്റെ വക്താവണ്ട. CPM-ൽ താങ്കൾ കേട്ടോ എന്നാണ് എന്റെ ചോദ്യം. അപ്പൊ CPM പറയേണ്ട കാര്യം CPM-നോട് ചോദിക്കാം. CPM പറയുന്നത് താങ്കൾ കേട്ടോ എന്നുള്ളതാണ് ചോദ്യം ശ്രീ ഹഫീസ്. ഞാൻ ചോദിച്ചത് CPM പറയുന്നത് താങ്കൾ കേട്ടോ. മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? എനിക്ക് ഇടനിലക്കാരനാകാൻ ഞാൻ ആരെയും നിയോഗിച്ചിട്ടില്ല. അതായത് RSS നേതാക്കളെ കണ്ടത് എനിക്ക് വേണ്ടിയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് പ്രതികരണം. അങ്ങനെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തള്ളി പറഞ്ഞു കഴിഞ്ഞു. തള്ളി പറയില്ല. ഇല്ല സെൻകുമാറിനെ വിമർശിച്ച ഒരു ഭാഷ, സെൻകുമാറിനെ വിമർശിച്ച ഭാഷ, സെൻകുമാറിനെ വിമർശിച്ച ഒരു ഭാഷ അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടില്ല. മുഖ്യമന്ത്രിയിൽ നിന്ന് നമ്മൾ കേട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം തള്ളി പറഞ്ഞിട്ട് ഞാൻ എന്റെ ഇടനിലക്കാരായി ആരെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരം കൃത്യമാണ്. കൃത്യവും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ട് ഇങ്ങനെ തന്നെ പറയണമെന്ന് വാശി പിടിക്കരുത് ഹഫീസ്. നമ്മൾ ഇതിനും ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടിട്ടുള്ളതാണെന്നേ. ഒരുപാട് പ്രതീക്ഷയുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന്, ഒരുപാട് പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. അതുണ്ടായില്ല. അതുകൊണ്ടാണ് സംശയം. DGP അന്വേഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് കയറി മുൻകൂറായിട്ട് പറയാൻ പറ്റുമോ? ബോധ്യമായിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട PV അൻവറിനും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തു കൂടിയാണ് ഞാൻ. ശരി, അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ രാഷ്ട്രീയ നിലപാടാണോ അത്? അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയാണ്, ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. രാഷ്ട്രീയ നിലപാട് തീരുമാനം പറയാൻ പൊളിറ്റിക്കൽ കാര്യം എനിക്കോ നിങ്ങൾക്കോ ഇല്ല. നിലപാട് പറയണം ശ്രീ ഹഫീസ്. അഡ്വക്കേറ്റ് അനിൽ ബോസ്, CPM പറയണം, പ്രധാനപ്പെട്ട നേതാക്കൾ ഉറപ്പായിട്ടും പറയണം. ഞാൻ നിങ്ങൾ പറയുന്നത് ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. സാങ്കേതിക പ്രശ്നം ഒന്ന് പരിഹരിക്കൂ. ഞാൻ വേണമെങ്കിൽ നിർത്താം. ഉത്തരം പറയാം. കാരണം ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ സംസാരിക്കുന്നു, എനിക്കിവിടെ കേൾക്കത്തില്ല. പരിഹരിക്കാം. എനിക്കിവിടെ കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ നിർത്താം. ഒന്ന് ചോദിക്കൂ, എന്നിട്ട് ഞാൻ ഉത്തരം പറയാം. ഇല്ല, ഇനി താങ്കളോടല്ല, ഞാൻ അനിൽ ബോസിനോടാണ് ചോദിക്കുന്നത്. താങ്കൾ ഒന്ന് ക്ഷമിക്കൂ. ചോദിക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിങ്ങളുടെ സിസ്റ്റത്തിന്റെ വിഷയമാണ്. ഒരു ചെറിയ ഡിലേ ഉണ്ട്, ഒന്ന് സഹകരിക്കൂ, ശരിയാക്കാം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസ് നേരത്തെയുള്ള നിലപാടല്ല അൻവറിനോട് എന്ന് സൂചന നൽകുന്ന പ്രതികരണങ്ങൾ കെ സുധാകരൻ അടക്കം നൽകി കഴിഞ്ഞു. പക്ഷേ താൻ ആരുടെയും വാതിൽ മുട്ടില്ല എന്ന് അൻവറും പറയുന്നുണ്ട്. വാതിൽ മുട്ടാനൊന്നും പോയില്ല എങ്കിലും അൻവറിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ നിങ്ങൾക്ക് സ്വീകാര്യമാണ്. അദ്ദേഹം ഒരുപക്ഷെ ഒരു പുതിയ സംഘടന ആലോചിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട്. നാളെ എന്തായാലും ഒരു പൊതുസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിന് എത്രത്തോളം ജനപിന്തുണയുണ്ട് എന്ന് കാണിക്കാൻ പോകുന്നു. അൻവറിനെ രാഷ്ട്രീയമായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുമോ? കോൺഗ്രസ് എന്താണ് ഇപ്പോൾ അൻവറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുക്കുന്ന സമീപനം എന്താണ്? വന്നാലും വന്നില്ലെങ്കിലും അൻവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നൊരു സമീപനം തന്നെയാണോ നിങ്ങൾക്കുള്ളത്? അങ്ങനെയെങ്കിൽ എല്ലാ നേതാക്കളും അങ്ങനെ ഒരു പ്രതികരണം നടത്താത്തത് എന്തുകൊണ്ടാണ്? പ്രത്യേകിച്ച് VD സതീശൻ. അൻവർ പാർട്ടി ഉണ്ടാക്കുമോ? പാർട്ടി ഉണ്ടാക്കുകയില്ലയോ? അദ്ദേഹം വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോകുമോ? ഇതൊന്നും എൻ്റെയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ സബ്ജക്റ്റ് ഓഫ് മാറ്റർ അല്ല. ഇപ്പോൾ പ്രാഥമികമായിട്ട് എനിക്കതാണ് പറയാനുള്ളത്. കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പല സന്ദർഭങ്ങളിൽ ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷ മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPIയുടെ നേതാവ് ആനി രാജ ആണ് പരസ്യമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ സംഘപരിവാർ സെല്ലുകളുണ്ട്. അല്ലേ? ഞങ്ങളാരെങ്കിലും ആണോ പറഞ്ഞത്? അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ്, അധികാരമില്ലാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ് അപഹസിച്ച ഇടത്തു നിന്നും സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ ഒരു ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആനി രാജ പറഞ്ഞ ആ വാക്കുകളെ തൃണവൽക്കരിച്ച അവരാണ് CPIക്കാരുൾപ്പെടെ അന്നത്തെ പാർട്ടി നേതാക്കൾ. അത് തൃണവൽക്കരിക്കുകയുണ്ടായി. ഇന്ന് ആനി രാജയെ അന്ന് നിഷേധിച്ച ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയും ബിനോയ് വിശ്വവും അവർ പറഞ്ഞ അഭിപ്രായത്തിലേക്ക് എത്തുന്നത് കേരളം കാണുകയാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളും UDFൻ്റെ ഘടകകക്ഷികളിൽപ്പെടുന്ന അംഗങ്ങളും ഉന്നയിച്ച വിഷയങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞിടത്തുനിന്ന് ഭരണകക്ഷി MLA ഉന്നയിക്കുന്ന നിലയിലേക്ക് വരികയും അത് കേരളത്തിലെ പൊതുസമൂഹം കൂടുതൽ അത് വാർത്തയാകും. സ്വാഭാവികമായും ഒരു പാർട്ടിക്കകത്ത് നിന്ന് ഒരു തിരുത്തൽ ശബ്ദം ഉയരുമ്പോൾ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടും, സ്വാഭാവികമാണ്. അതുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലമായി അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ്
കേരളം കാതോർക്കുന്നത്. അതിനൊന്നും തർക്കം എനിക്കില്ല. അതൊക്കെ ഓരോ സമയത്തെ സാഹചര്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ ഇന്നിപ്പോൾ CPM-ൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു, CPM സംസ്ഥാന സെക്രട്ടറിയുടെ കാണുന്നു. മുഴുവൻ ആളുകളും അൻവർ CPM-നെ എതിർത്തു എന്ന നിലയിലാണ് ക്യാമ്പയിൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാൻ വളർന്നിട്ടില്ല, ഈ ചെങ്കൊടി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഇതിന് ഞാൻ ഈ കഴിഞ്ഞ 2 മാസത്തെ ഒരു പത്രസമ്മേളനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായോ ചെങ്കൊടിക്കെതിരായോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനെതിരായോ ആ പാർട്ടിക്കെതിരായോ അൻവർ സംസാരിച്ചതായി ഞാനെങ്ങും കേട്ടില്ല. സ്മൃതി കേട്ടോന്ന് എനിക്കറിയില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ തിരുത്താം. എൻ്റെ അനുഭവത്തിലും അറിവിലും എൻ്റെ ബോധ്യത്തിലും ഞാൻ കേട്ട ഒരു വാർത്തകളിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ CPM-നെയോ ഒരു ഘട്ടത്തിലും അൻവർ എതിർത്തതായി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പിന്നെന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊട്ട് കളിച്ചാൽ തട്ടിക്കളയും കട്ടായമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ കേരളത്തിലെ പൊതുസമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെല്ലുവിളിക്കാത്ത, ആ പ്രത്യയശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്ന വർഗ ബഹുജന സമരത്തിലൂടെ കടന്നു വന്ന ആളുകൾ അവരോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന അൻവറിനെ എന്തിനാണ് തട്ടിക്കളയും കാണിച്ചു തരാം എന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങളിൽ ഇവിടെ ശ്രീ വള്ളികുന്നം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, സബ്ജക്റ്റിലേക്ക് വാ, അൻവർ പറഞ്ഞ വിഷയങ്ങളിലേക്ക് വാ. ADGP അജിത് കുമാർ എന്തിനാണ് RSS നേതാക്കളെ കണ്ടത്? കേരളത്തിലെ പോലീസിൽ സംഘപരിവാറിൻ്റെ സെല്ലുകൾ പ്രവർത്തിക്കുമ്പോൾ മുഖ്യമന്ത്രി, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയൻ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ അകത്തൊരു രാഷ്ട്രീയ നിലപാട് പറയാൻ CPM നേതാക്കൾക്ക് കഴിയാതെ പോകുന്നത്? വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ CPM നേതാക്കൾക്കോ ഗവൺമെൻറ്റിനോ കഴിയാത്തത്? നിങ്ങൾക്ക് അൻവറിനെ അപഹസിക്കാം, എനിക്കും അൻവറിനെ അപഹസിക്കാം, കേരളത്തിൽ ആർക്കും ആരെയും അപഹസിക്കാം, അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ വിട്ടേക്ക്. ഞാൻ എന്തായാലും ആരെയും അപഹസിക്കാനില്ല. ചോദ്യം ഇത്ര മാത്രം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ കാണുന്നത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം ഇന്ന് ഭരണകക്ഷിയിൽപ്പെട്ട് ഇന്നലെ വരെ ഞങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുക പോലും ചെയ്തിട്ടുള്ളൊരാൾ അതിശക്തമായ ഭാഷയിൽ ഉയർത്തുമ്പോൾ കേരളം കൂടുതൽ ചർച്ച ചെയ്യും, മാധ്യമങ്ങൾ കൂടുതൽ അത് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് കിടക്കയിൽ കിടക്കുന്ന അൻവറിൻ്റെ കട്ടിലേക്ക് മൈക്കുമായി ചാനലുകൾ ചെല്ലുന്ന സ്ഥിതിയിലാണിപ്പോൾ. അപ്പോൾ അങ്ങനെ ചെല്ലുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതും എന്തുകൊണ്ട് CPM നേതാക്കൾ CPM-നെതിരെ പറയാത്ത അൻവറിനെ തട്ടിക്കളയും കാണിച്ചു തരാം, ചെങ്കൊടിയാണ് കട്ടായം എന്ന് മുദ്രാവാക്യം വിളിക്കും. ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ADGP എടുത്തിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു നിലപാട് പറയാത്തത് അന്വേഷണം നടക്കുന്നു എന്ന കാരണം കൊണ്ടല്ല. ഇനി ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അന്വേഷണം വരട്ടെ എന്ന് പറയുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണെങ്കിൽ അൻവർ കള്ളക്കടത്തുകാരനാണെന്ന ദുസൂചന നൽകുന്നത് ഏത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? ADGP-ക്കെതിരെ പറയാത്തത് അന്വേഷണ റിപ്പോർട്ട് വരാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം വലിയ വിവാദമായ തലത്തിലേക്ക് ഒരു സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ വരെ ക്ലിയർ കട്ടായി വളരെ അഡമൻ്റായി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി പൊളിച്ചു വന്നതല്ലല്ലോ, രാഷ്ട്രീയ എതിരാളിയാണെങ്കിൽ പോലും പൊളിച്ചു വന്നതല്ലല്ലോ. അപ്പോൾ ഇത്രയും സ്ട്രോങ് ആയി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആ ആക്ഷേപം ഉന്നയിക്കുന്ന ആളെ കള്ളക്കടത്തുകാരനാക്കുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഏത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? പറയണോ കേരളത്തിലെ പൊതുസമൂഹത്തോട്? അപ്പം അൻവറിനെ കള്ളക്കടത്തുകാരനാക്കാൻ ഒരു അന്വേഷണ റിപ്പോർട്ടും വേണ്ട. ADGP-ക്കെതിരെ എന്ത് പറയണമെങ്കിലും അന്വേഷണ റിപ്പോർട്ട് വരണം, നിങ്ങൾ കാത്തിരിക്കണം. ഈ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചക്ക് ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടോ? അത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പറയാമല്ലോ. അങ്ങനെ ഒരു റിപ്പോർട്ട് എന്തുകൊണ്ട് വന്നില്ല? വരാത്തതിൻ്റെ പേരിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചോ? കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പറയാമല്ലോ. പറഞ്ഞോ? ഇവിടെ നമ്മൾ കാണേണ്ട ഒന്ന് മാത്രമാണ്, കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നഗ്നനാക്കപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയിലെ കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ. എല്ലാ CPM-കാരും ഞാൻ പറയുന്നില്ല. ഇപ്പം തന്നെ ഈ ചർച്ചയിൽ ഇടതുപക്ഷ സഹയാത്രികരായി അല്ലെങ്കിൽ അവരെ അനുകൂലിച്ച് അഭിപ്രായം പറഞ്ഞ ആളുകൾക്ക് പോലും അവരെ എന്തുകൊണ്ടാണ് ന്യായീകരിക്കാൻ വിഷമിക്കുന്നത്? എൻ്റെ പാർട്ടിയുടെ നിലപാടേ ഞാൻ കേൾക്കൂ, എൻ്റെ മുന്നണിയുടെ നിലപാടിനൊപ്പം ഞാൻ നിൽക്കും, അൻവറിനോട് എനിക്ക് സ്നേഹമുണ്ട്, അൻവർ നാളെയും വരണമെന്നാണ് പറയുന്നത്. അൻവർ ചെയ്ത വിഷയങ്ങൾ തെറ്റാണെന്ന് അവർക്ക് പറയാൻ കഴിയുന്നില്ല. സ്മൃതി ചോദിച്ചല്ലോ, CPM-ൻ്റെ ഏതെങ്കിലും നേതാക്കളിൽ നിന്ന് അൻവർ ഉയർത്തിയ വിഷയത്തിൽ മറുപടി കേട്ടോ?
എന്ന് ചോദിച്ചു. അത് CPM പറയണമെന്നാണ് പറയുന്നത്. CPM നേതാക്കൾ പറഞ്ഞത് കേട്ടോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഉത്തരമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പൊതുസഭയിൽ നഗ്നമാക്കപ്പെട്ട രാജാവിൻ്റെ അവസ്ഥയിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ എന്തുകൊണ്ട് ADGPക്കെതിരെ അഭിപ്രായം പറയാൻ കഴിയാത്തത് എന്ന് കേരളം നോക്കിക്കാണുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും പണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിനെയും ഇപ്പോൾ ADGP അജിത് കുമാറിനെയും തള്ളിപ്പറയാൻ കഴിയാത്തത്. 100% മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഇവർ നടത്തുന്ന ഇടപെടലുകൾ എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കൈവിടാൻ മുഖ്യമന്ത്രി തയ്യാറായി അല്ല എന്നുള്ളതാണ്. അങ്ങനെ കൈവിട്ടാൽ അവർ വല്ലതും വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അത് ഇതിനേക്കാൾ ഗൗരവമുള്ള സ്ഫോടനാത്മകമായ കാര്യങ്ങളായിരിക്കും. ആ സ്ഫോടനാത്മകമാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ ശശി കൊള്ളാമെന്ന് പറയണം, അജിത് കുമാർ കൊള്ളാമെന്ന് പറയണം. അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരിൽ UDF-നെ ഏറ്റവും കൂടുതൽ ശക്തമായി സഭയ്ക്കകത്തും പുറത്തും ശരിയുണ്ടെങ്കിലും ശരിയില്ലെങ്കിലും ശക്തമായ പോർമുഖം തുറന്ന നേതാവാണ് അൻവർ. ആ കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ഞങ്ങളെ വിമർശിച്ചിട്ടുണ്ടെന്ന്, ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം നിങ്ങൾ തോളത്തും തലയിലും ഏറ്റിവെച്ച് ഈ നാടെമ്പാടും കൊട്ടിഘോഷിച്ച് അൻവറിന് വാഴ്ത്തുപാട്ടുമായി സൈബർ ഇടങ്ങളിൽ ഇറങ്ങിയ ആളുകൾ എവിടെ? ഇപ്പം പറയുന്നു 48 മണിക്കൂർ കൊണ്ട് മാറി. 48 മണിക്കൂർ കൊണ്ട് ഒരു സൈബർ ഇടത്തും മാറിയിട്ടില്ല. PR വർക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രമാണ് അൻവറിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്. യഥാർത്ഥ സാഹചര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന, കൃത്യമായ വിമർശനം ഉന്നയിക്കുന്ന സൈബർ സ്പേസിലെ പോരാളികൾ ഇപ്പോഴും രംഗത്ത് വന്നിട്ടില്ല. അവർ രംഗത്ത് വരില്ല. കാരണം അവർ പിണറായി വിരുദ്ധതയിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പാർട്ടിയുടെ മുച്ചൂട് മുടിച്ചിട്ട് ഈ മനുഷ്യൻ പോകൂ എന്ന് ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സാധാരണക്കാരായ, പാർട്ടിയെ നെഞ്ചിലേറ്റ് ജീവന തുല്യം സ്നേഹിക്കുന്ന CPM-കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും മരുമകനുമെതിരെ, മുഖ്യമന്ത്രിക്കൊപ്പം ഓശാന പാടുന്നവർക്കെതിരെ മാത്രമാണ് ഈ ഗവൺമെന്റ്. അത് ഈ പാർട്ടിയെ തൂക്കി വിൽക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ പാർട്ടി സഖാക്കളുടെ ശബ്ദമായി അൻവർ മാറിയതുകൊണ്ടാണ് അൻവറിന് സ്വീകാര്യത കിട്ടുന്നത്. ശരി, ഇപ്പോൾ CPM-നെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ കുറച്ച് പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് അദ്ദേഹത്തിന്റെ വാ മൂടിക്കെട്ടാൻ ശ്രമിക്കാം എന്നതിനപ്പുറം അതൊരു പ്രഹസനമായി മാത്രമേ നാട് കാണുന്നുള്ളൂ, ജനങ്ങൾ കാണുന്നുള്ളൂ. ഇതിനെ ഞാനൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് ഒറ്റ വരി കൂടി സ്മൃതി, ഞാനിപ്പോൾ ഒരു കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഇതിൻ്റെ ഭാവി രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നാട് ഇന്നലെ വരെ മൂടിവെക്കാൻ ശ്രമിച്ച വിഷയങ്ങൾ വീണ്ടും ഗൗരവപൂർവ്വം ചർച്ചയാകുമ്പോൾ അത് മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നടക്കം മാറി നിന്നുകൊണ്ട് സുതാര്യമായ അന്വേഷണത്തിന് തയ്യാറാകണം. കാരണം കാവൽക്കാരനാണ് ഇപ്പോൾ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നത്. അന്വേഷണ നടപടിയെടുക്കേണ്ട ഉത്തരവാദിയായിട്ടിരിക്കുന്നയാൾ പ്രതിയാകുന്ന സാഹചര്യമാണ് ഇന്ന് കേരളം കാണുന്നത്. അങ്ങനെ ഒരാൾ ആ സ്ഥാനത്തുനിന്ന് മാറി നിൽക്കണം. ആ മാറി നിന്നിട്ട് CPM-ന്റെ മറ്റൊരാൾ വിട്ട CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, അവർ തീരുമാനിക്കട്ടെ അവരുടെ മുഖ്യമന്ത്രിയെ. ശരി, ഞാൻ RSS നേതാക്കളെ എല്ലാവരും വന്ന് കാണും, അതിലെന്താണ് തെറ്റ് എന്നുള്ളൊരു വാദം BJP ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട CPM എടുക്കുന്ന നിലപാടിനെ കുറിച്ച് നിങ്ങളൊരു വ്യക്തമായ പ്രതികരണം പറഞ്ഞു കണ്ടില്ല. അതൊരു ശരിയായ നിലപാടാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് നിലപാട് പറയേണ്ട കാര്യം എന്തോ? RSS ഞങ്ങളത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. RSS ഒരു നിരോധന സംഘടന അല്ലാത്തടത്തോളം കാലം എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കോ ജനപ്രതിനിധികൾക്കോ മന്ത്രിമാർക്കോ ഒന്ന് കാണാം. അതിൽ തെറ്റ് കണ്ടുപിടിക്കുന്ന ആളിലല്ലേ അതിന് അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊരു തെറ്റും കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളതിൽ അഭിപ്രായം പറയേണ്ട. ഗവൺമെന്റാണ് അതിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. ആ ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറയാം. ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നെന്നും ആ കൂടിക്കാഴ്ചയിൽ ചില ഒത്തുതീർപ്പുകൾ ഉണ്ടായിട്ടുണ്ടെന്നും അങ്ങനെയാണ് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത് എന്നും അങ്ങനെയാണ് തൃശ്ശൂർ നിങ്ങൾ എടുത്തത് എന്നുമുള്ള ആരോപണം കൂടി വരുന്നുണ്ടല്ലോ. അതിലെന്തായാലും പറയണമല്ലോ. അല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണല്ലോ. തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നുള്ള കാര്യം ചന്ദ്രശേഖരനും സിദ്ദിഖും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു അന്വേഷണ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ. അതൊന്ന് വായിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് കോൺഗ്രസ് പരാജയപ്പെട്ടത്. പിന്നെ ഇത് തൃശ്ശൂർ പൂരം അട്ടിമറിക്കാൻ വളരെ കാലയെ കൂട്ടി തന്നെ നടപടി ഈ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ള
ഒരുപാട് തെളിവുകളുണ്ടല്ലോ. പൂരത്തെ അട്ടിമറിക്കാൻ, എഴുന്നള്ളത്തെ അട്ടിമറിക്കാൻ, കുടമാറ്റം അട്ടിമറിക്കാൻ, തറ ലേലം നടത്താതിരിക്കാൻ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ഒരു മന്ത്രിക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നല്ലോ, ഒരു MLA അവിടെ ഉണ്ടായിരുന്നല്ലോ, കളക്ടർ ഉണ്ടായിരുന്നല്ലോ. എന്താ നിലപാടെടുത്തത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് അദ്ദേഹം കുറെ അധികാരത്തിന്റെ ഗർവ് കാണിക്കുമ്പോൾ നെഞ്ച് നിവർത്തി ഇങ്ങോട്ട് മാറിയിരിക്കും, ഇത് ഞാൻ തീരുമാനിച്ചോളാം പറയാൻ ചുമതലപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ. അവരെല്ലാം കിട്ടുന്ന രാവിലെ വരെ എവിടെയായിരുന്നു? അദ്ദേഹം വളരെ പെട്ടെന്ന് അവിടെ ആംബുലൻസിലെത്തുകയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ വെറും പണ്ടത്തെ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മിനിമം കാര്യമെങ്കിലും മനസ്സിലാക്കണം. ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ നിങ്ങൾ മിനിമം കാര്യങ്ങളും മനസ്സിലാക്കണം. ഈ പ്രശ്നം ഉണ്ടാക്കി പൂരം കോൺഗ്രസിന്റെ പഴയ ഒരു കൗൺസിലറായിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു അമ്പല കമ്മിറ്റി പൂരം നിർത്തിവെച്ചിട്ട് പോയി ചർച്ച നടത്തുമ്പോൾ അവിടെ ആദ്യം എത്തുന്ന ആരാ? സുനിൽകുമാർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമാണല്ലോ, ഭാരതീയ ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകര് മറ്റ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പോയി വിളിച്ചുകൊണ്ട് സ്വാഭാവികമല്ലേ? സുനിൽകുമാറിനോട് എന്താ കാര്യം? ഒരു നിമിഷം. ഇപ്പോൾ ഇ.എൻ. മോഹൻദാസ് നമ്മള് പറഞ്ഞു വന്നത് പൂരം കലക്കുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് എല്ലാം ഒത്തിരി തവണ ചർച്ച ചെയ്തുകൊണ്ട് വീണ്ടും ഇവിടെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ചുമതലപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, മന്ത്രിയോ കളക്ടറോ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ധാർഷ്ട്യത്തിൽ പെരുമാറി പോലീസ് ഈ പൂരം കലക്കാൻ ശ്രമിക്കുമ്പോൾ മാറി നിൽക്കണോ എന്ന് പറയാനുള്ളൊരു തന്റെ ഇടം, അത്തരത്തിലൊരു ഉത്തരവാദിത്തമുള്ള ഒരാൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നം. അതിന് ചുമതലപ്പെട്ട മന്ത്രിയും MLA യും പിറ്റേന്ന് രാവിലെയല്ലേ എത്തിയത്. അപ്പൊ അതെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഈ പറയുന്ന കോൺഗ്രസ് എം പി ആയിട്ട് മെമ്പർ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ച ആൾ എവിടെയായിരുന്നു? പിറ്റേന്ന് രാവിലെ സ്വാഭാവികമാണ് അവർക്ക് പോകാനും പറ്റുന്നില്ലായിരുന്നു, അവരെ പോലീസ് തടയുന്നുണ്ടായിരുന്നു. പക്ഷേ നാണക്കേട് വേറെ ആരോട് പറയരുത്. നിങ്ങൾ ഈ നാണക്കേടെന്ന് അദ്ദേഹം ഇറങ്ങുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണല്ലോ. അല്ല, അതെ നിങ്ങൾ നാണക്കേട് ആരോട് പറയരുത്. നാണക്കേട് പറയരുത്. ഒരു മന്ത്രി നടന്നു വരേണ്ട കാര്യമോ? മന്ത്രി ആരാ തടയുന്നത്? ഏത് ഓഫീസറാ തടയുന്നത്? മന്ത്രിയുടെ ഒരു സ്വകാര്യ വാഹനത്തിൽ വന്നാൽ ആരെങ്കിലും തടയുമോ? വെറുതെ എന്തിനാ ഇങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് ഈ മൂട് താക്കുന്നത്? താങ്കൾ ആ വാക്കൊക്കെ ഉപയോഗിക്കുമെന്ന് ശ്രദ്ധിക്കുക ശ്രീ ജെ ആർ പത്മകുമാർ. അന്ന് അവിടെ സംഭവിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് കണ്ടതാണല്ലോ, അന്ന് ജനം മുഴുവൻ കണ്ടതാണല്ലോ. അവിടെ സംഘർഷമുണ്ടായതും പോലീസിന്റെ ഭാഷയും സേവാഭാരതിയുടെ ആംബുലൻസിനെതിരാണ് പോലീസ് അകമ്പടി സേവിക്കുന്നത്. സേവാഭാരതിയുടെ ആംബുലൻസിനെതിരാണ് 2 മണിയാകുമ്പോഴേക്കും എന്തിനാണ് ആ ആംബുലൻസ് സുരേഷ് ഗോപിയുടെ വീടിന് മുന്നിൽ കാത്തുകെട്ടി കിടക്കുന്നത്? പോകേണ്ടി വരുമെന്ന് എങ്ങനെ അറിയാം സുരേഷ് ഗോപിക്ക്? സുരേഷ് ഗോപിയുടെ വീടിന് മുമ്പിലല്ലോ. നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരു ആവേശം കൊള്ളട്ടെ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഉൾക്കൊള്ളൂ. സുനിൽകുമാർ അവിടെ എങ്ങനെ എത്തിയത്? സുനിൽകുമാർ വന്ന് ചർച്ച നടത്തുന്ന അദ്ദേഹം ആരാ? അപ്പൊ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥി വന്നൊരു ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമാവും മറ്റ് പാർട്ടി പ്രവർത്തകർ അവർക്ക് ഇതിൽ ഇൻവോൾവ് ആവണം എന്ന് സ്ഥാനാർത്ഥി വിളിച്ചോണ്ട് വരും. അത് സ്വാഭാവികം തന്നെ. നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. പോലീസിന്റെ സംരക്ഷണം സ്വാഭാവികമായിട്ട് ഒരു മത്സരിക്കുന്ന ഒരാൾ ആംബുലൻസ് വരും, പോലീസ് മറ്റു വാഹനം കടത്തിവിടാത്ത സാഹചര്യത്തിൽ വന്നു. അത് ഞങ്ങളെ മിടുക്ക്. കുറിച്ച് തന്നെയാണ് ആ മിടുക്ക് ഏത് തലം വരെ എത്തി, അവിടെയാണല്ലോ സംശയം. അതിന്മേലാണല്ലോ ഇപ്പോൾ അന്വേഷണം നടക്കേണ്ടത്. സംശയം നിങ്ങൾക്കാണ് സംശയം. പൊതുജനങ്ങൾക്ക് സംശയമില്ല. സുരേഷ് ഗോപി അവിടെ ജയിച്ചത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ്, അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു. എന്നിട്ട് അവിടെ തന്നെ അന്വേഷിക്കണ്ടേ ശ്രീ ജെ ആർ പത്മകുമാർ? അത് അന്വേഷിച്ചോ? ഞങ്ങളെ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞോ? ഞങ്ങളുടെ ചുമതല നിങ്ങൾ ഈ പറഞ്ഞത് ഒരു ടൈം ലൈൻ ഉണ്ട്. അതിനുശേഷം നടന്ന കാര്യങ്ങൾ ഓരോന്നും അതൊക്കെ ഞങ്ങൾ ചെയ്യും. അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഈ
അല്ല, അൻവർ പറയുന്നത് പോലെ മുഖ്യമന്ത്രി, പൊളിറ്റിക്കൽ സെക്രട്ടറി, ADGP, DGP, CPM എല്ലാ ജനറൽ സെക്രട്ടറിമാരും എല്ലാവരും RSS ആണ്. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താ, ഞങ്ങളുടെ ചുമതല ഇവിടുത്തെ പ്യൂൺ മുതൽ ഇന്ത്യൻ പ്രസിഡന്റ് വരെ BJP അനുകൂലമായി ചിന്തിക്കണമെന്നാണ്. അങ്ങനെ എല്ലാവരും ഇതിലേക്ക് BJP ആശയത്തിലേക്ക് കൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങളുടെ ജോലി കുറഞ്ഞു. ഞങ്ങൾ നിരന്തരം പണി ചെയ്യുന്നത് എല്ലാ ആളുകളെയും BJPയിലേക്ക് കൊണ്ടുവരാൻ തന്നെ. അങ്ങനെ മുഖ്യമന്ത്രിയും ADGPയും DGPയും മാർക്സിസ്റ്റ് പാർട്ടി സെക്രട്ടറിയൊക്കെ വന്നാൽ ഞങ്ങളെ പണി കുറഞ്ഞു. അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ാണ് ഇപ്പോൾ CPM പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇപ്പോൾ മോഹൻദാസ് പറഞ്ഞത് കേട്ടല്ലോ, തന്നെ RSS ആക്കുന്നത് അവിടുത്തെ ലീഗുകാർ പോലും അംഗീകരിക്കുന്നില്ല, തനിക്ക് ഫോൺ കോളുകൾ വരികയാണ് എന്ന്. ഇടതുപക്ഷം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു മൊത്തത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആഭ്യന്തര വകുപ്പ് സമ്പൂർണമായി സംഘീവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ വകുപ്പ് ഭരിക്കുവാൻ മുഖ്യമന്ത്രിക്ക് യാതൊരുവിധ യോഗ്യതയുമില്ല. അതൊക്കെ ഈ സർക്കാരിന്റെ കാലത്തല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയമായി എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ പാലത്തായി കേസ് ആയിരുന്നാലും, അതുപോലെ അലന്താഹ വിഷയമായിരുന്നാലും, പോലീസിന്റെ വെടിവെപ്പിൽ ആളുകൾ മരിക്കുന്ന വിഷയമായിരുന്നാലും, ഇടതുപക്ഷ വിരുദ്ധ സമീപനമാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണെങ്കിലും ഏറ്റവും കഴിവുകെട്ട വകുപ്പും ഏറ്റവും കഴിവുകെട്ട മന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പൊ ഈ അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ നിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അൻവർ ഉയർത്തിയ വിഷയം, ആദ്യത്തെ വിഷയം എന്താണ്? മറുനാടന്റെ വിഷയമാണ്. സൈബർ സ്പേസിൽ ഇത്രയധികം വർഗീയ വിഷം, സാമുദായിക വിദ്വേഷം പടർത്തുന്ന ഒരു പോർട്ടലിനെതിരെ കേരള സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കേണ്ട സമയത്ത് എല്ലാവരും നിശബ്ദത പാലിച്ചൊരു സമയത്താണ് അൻവർ ആ പോർട്ടലിനെതിരെ ശബ്ദിക്കുന്നത്, പരാതി കൊടുക്കുന്നത്. എന്താണ് ഉണ്ടായത്? അൻവറിന്റെ പരാതി പരിഗണിക്കുന്നതിന് പകരം ഈ മറുനാടനെ സംരക്ഷിക്കുന്ന സമീപനമാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സ്വീകരിച്ചത്. പക്ഷേ മറുനാടൻ CPM നേതാക്കൾക്കെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന രൂപത്തിൽ റിയാസിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ പിന്നീട് അൻവർ ഏറ്റുപിടിക്കുകയാണ് എന്ന മറുവാദം ഇപ്പോൾ CPMൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. അതൊരു ക്യാപ്സ്യൂൾ മറുവാദമാണ്. അൻവർ സത്യത്തിൽ മറുനാടന്റെ വിഷയത്തിൽ മുന്നോട്ട് വെച്ചത് അദ്ദേഹം പിണറായി വിജയനെതിരെയോ കുടുംബത്തിനെതിരെയോ എഴുതുന്നു എന്ന വിഷയത്തിലല്ല. അൻവർ മറുനാടൻ സാമുദായിക വിദ്വേഷം വമിപ്പിക്കുന്ന, സമുദായങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുന്ന കള്ളവാർത്തകളും വർഗീയ വിദ്വേഷ വാർത്തകളും തുടരെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് അൻവർ മറുനാടനെതിരെ പരാതി എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തതെന്നാണ് താങ്കൾ സംശയിക്കുന്നത്? അതെ, അത് മറുനാടനെതിരെ നടപടി എടുത്തിട്ടില്ല. ഇത്തരം പോലീസ് ഓഫീസർമാരല്ലേ സംഘീയ അനുഭാവികളായി RSSന്റെ ദേശീയ നേതാക്കളുമായി നിരന്തരം രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് മറുനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുക? ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, സന്ദീപാനന്ദഗിരി കേസ് എന്താണ് അതിന് സംഭവിച്ചത്? മുഖ്യമന്ത്രി നേരിട്ടെത്തിയ ഒരു തീവെപ്പ് സ്പോട്ടിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തിയ ഒരു കേസല്ലേ അത്? ആ കേസിൽ സംഘികളാണ് അത് ചെയ്തതെന്ന് കൃത്യമായ തെളിവും സാക്ഷിമൊഴികളും എല്ലാം ഉണ്ടായിട്ടും CPM നേതാക്കളുടെ പിറകിലാണ് പോലീസ് പോയിരുന്നത്. അപ്പോ ഈ ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ഒന്നും ഇത് കാണാനുള്ള കഴിവുണ്ടായിരുന്നില്ലേ? അതിനെതിരെ അദ്ദേഹം സന്ദീപാനന്ദഗിരി തന്നെ ഈ അന്വേഷണ കമ്മീഷനെ മാറ്റണമെന്ന് പറഞ്ഞ് രണ്ടാമത് അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ ആദ്യ അന്വേഷണ കമ്മീഷൻ നടത്തിയ തിരിമറികളെ കുറിച്ചും അതുപോലെ തന്നെ മൊഴികളും സൂചകങ്ങളും ഒക്കെ നശിപ്പിച്ചതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് വരെ പൂത്തിവെച്ചു. ആ റിപ്പോർട്ട് വരെ അൻവർ വേണ്ടി ഒന്ന് ഈ പുറം ലോകത്തേക്ക് എത്തിക്കാൻ. എന്നിട്ട് ആ സന്ദീപാനന്ദഗിരി തന്നെയാണ് ആശ്രമം കത്തിച്ചതെന്ന് പറഞ്ഞ് ചാനലുകളൊക്കെ ചർച്ച നടത്തി. ആ മനുഷ്യരെ പൊതുമധ്യത്തിൽ എത്രയൊക്കെ ഇഴ്ത്താൻ പറ്റുമോ അത്രയൊക്കെ ഇഴ്ത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെയാണ് ഈ പോലീസ് ചെയ്തത്. ശരി, അത് പോലീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ പോലീസ് ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഈ ആഭ്യന്തരമന്ത്രി അറിയുന്നുണ്ടല്ലോ. അത് അറിയിക്കാനുള്ള സംവിധാനം ഈ പാർട്ടിക്ക് ഉണ്ടല്ലോ. ശ്രീ ബഷീർ വള്ളിക്കുന്ന ഈ പാർട്ടിക്ക് ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു? പകരം എന്തെങ്കിലും കിട്ടിയിട്ടാണോ ഈ നിശബ്ദത? അൻവറിന്റെ കള്ളക്കടത്തിന് ആഭ്യന്തരമന്ത്രി അറിയണമല്ലോ. നടപടിയെടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ യോഗ്യതയില്ലാത്ത കഴിവുകെട്ട മന്ത്രിയാണെന്ന് പറയേണ്ടി വരുന്നത്. അല്ല, അത് കഴിവുകേടായിട്ടാണോ കാണുന്നത്? പകരം എന്തെങ്കിലും ലഭിക്കുന്നത് കൊണ്ടാണോ ഇതിൽ കണ്ണടക്കൽ? ഇപ്പോൾ ഒരു കേസല്ലല്ലോ. ഇപ്പോൾ അൻവർ ഉന്നയിക്കുന്നത് ഈ മറുനാടൻ മലയാളി മാത്രമല്ലല്ലോ, മലപ്പുറത്തെ ഒരുപാട് കേസുകൾ എടുത്തു പറയുന്നുണ്ട്. അതിലൊക്കെ എങ്ങനെയാണ് പോലീസ് പ്രവർത്തിച്ചതെന്ന് എടുത്തു പറയുന്നുണ്ട്.
ആ ഒരു പോലീസുകാരുടെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഈ പോലീസിന്റെ മനോവീര്യം സംരക്ഷിക്കപ്പെടണം. പോലീസിന്റെ മനോവീര്യം സംരക്ഷിക്കപ്പെടണമെന്ന ഒരു ടാഗ്ലൈനിൽ എല്ലാ പോലീസിന്റെ നിരുത്തരവാദപരമായ സമീപനങ്ങൾക്കും കൂട്ടുനിൽക്കുകയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ സ്വർണ്ണക്കടത്തിന്റെ കാര്യം പറഞ്ഞു. സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ പിന്നെ അതിന്റെ കാരിയേഴ്സായ രണ്ടുപേരെ സാക്ഷി നിർത്തിയിട്ട് അവരുടെ വീഡിയോ കാണിച്ചു. ഈ പോലീസ് പിടിച്ചെടുക്കപ്പെടുന്ന സ്വർണം കസ്റ്റംസിന്റെയും കോടതിയുടെയും സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തി കോടതി നടപടിയിലേക്ക് ബഷീർ ഇപ്പൊ അവസാനം ബഷീർ വള്ളിക്കുന്ന് ഇപ്പൊ അവസാനം പറഞ്ഞത് അൻവർ 2 കാരിയറെ കൊണ്ട് നിർത്തിയിട്ട് മീഡിയയിൽ ഈ കാര്യങ്ങൾ കാണിച്ചു. ഞാൻ ബഷീറെ വെല്ലുവിളിക്കുന്നു, അൻവറിന് പത്രസമ്മേളനത്തിൽ പറയാൻ കഴിയുമോ ഈ കാരിയർ ആരാണ് കൊടുത്തുവിട്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് പറയാൻ തയ്യാറുണ്ടോ? എന്ത് അന്വേഷണമാണ്, എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണ്? ഈ കാരിയറെ കള്ളക്കടത്തിന് സഹായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അന്വേഷിക്കാനല്ല, ഈ അന്വേഷണം നടത്തി ഈ കാരിയറെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞ അൻവർ പറയോ ആരാണ് കൊണ്ടുവിട്ടത്, ആർക്ക് വേണ്ടിയിട്ടാണ് പറയോ? ഒരേ തൂവൽ പക്ഷികളെ ചേർത്ത് അൻവറിന് വേണ്ടി സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിൽ പ്രതികളെ പിടിക്കേണ്ടതും അന്വേഷണം നടത്തേണ്ടതിനും അതിന് വഴികൾ ആർക്ക് വരുന്നു, ആര് കൊണ്ടുവരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതും നിങ്ങൾ ഭരിക്കുന്ന കേന്ദ്രത്തിലെ അന്വേഷണ ഏജൻസികളാണ്. അവരുടെ പിടിപ്പുകൾ നാട്ടിൽ വന്നപ്പോ കൊണ്ടുവന്നത് അൻവറിന്റെ പണിയല്ല, ഇത് കേന്ദ്ര സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികളുടെ വയ്ക്കുന്ന ഒരേ തൂവൽ പക്ഷികളാണ്. കാര്യങ്ങൾ നടക്കുന്നില്ല മലപ്പുറം ജില്ലയില്. ശരി, നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? കസ്റ്റംസിലെ ഉദ്യോഗസ്ഥന്മാർ ചേർന്നിട്ടുള്ള കള്ളക്കളി, ഇത് രണ്ടും ചേർന്നിട്ടുള്ള ഒരു കള്ളക്കളിയെ കുറിച്ചാണ്. അൻവറിനെതിരായി ന്യൂസ് മറുനാടനിൽ വന്നപ്പോ സ്വർണം കുഴിക്കാൻ വന്നപ്പോ തടയണയെ കുറിച്ച് ന്യൂസ് വന്നപ്പോ ഈ ചർച്ചയുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് പോകാനായി. വളരെ നന്ദി അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് JR പത്മകുമാർ, H ഹഫീസ്, ബഷീർ വള്ളിക്കുന്ന് ചർച്ചയിൽ പങ്കെടുത്തതിന്.